ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കാനിക്സ് ബയോളജി. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് 10th ഫോർത്ത് ചാപ്റ്ററിലെ കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസം എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക് ആണ്. അതായത് തൈറോയിഡ് ഗ്ലാൻഡ്, അതിന്റെ ഫംഗ്ഷൻ, അതിന്റെ സെക്രീഷൻസ്, ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ തൈറോയിഡ് ഗ്ലാൻഡ് ആണ് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക് ആക്ടിവിറ്റീസിനെ മെയിൻ ആയിട്ട് കൺട്രോൾ ചെയ്യുന്നതും അതുപോലെ നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഈ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഈ തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന രണ്ട് ഇമ്പോർട്ടന്റ് ഹോർമോൺസ് ഏതൊക്കെയാണെന്നും അതിന്റെ ഫംഗ്ഷൻസും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതും ഇതേപോലെ നമ്മുടെ 10th ക്വസ്റ്റ്യൻ പേപ്പറിൽ സാധാരണയായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പൊ നിങ്ങളെല്ലാം ഇത് കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഫംഗ്ഷൻ ഞാനൊന്ന് ജസ്റ്റ് എഴുതിയിട്ടുണ്ട്. അതായത് തൈറോയിഡ് ഗ്ലാൻഡിന്റെ മെയിൻ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ആണ് ഒന്ന് നമ്മുടെ മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത്, അതുപോലെ തന്നെ ബോഡി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഇത് മൂന്നുമാണ് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് ഓവറോൾ ആ ഒരു ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ഇനി തൈറോയിഡ് ഗ്ലാൻഡ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ 2 ടൈപ്സ് ഓഫ് സെൽസ് ആണ് അതിലുള്ളത്. അതിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഫോളിക്കുലാർ സെൽസും അതുപോലെ തന്നെ പാരാ ഫോളിക്കുലാർ സെൽസ്. ഇങ്ങനെ 2 ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് നമുക്ക് തൈറോയിഡ് ഗ്ലാൻഡിൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതിൽ ഫോളിക്കുലാർ സെൽസിലാണ് ആക്ച്വലി തൈറോക്സിൻ എന്ന് പറഞ്ഞ ആ ഒരു പെർട്ടിക്കുലർ ഹോർമോണെ സെക്രീറ്റ് ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ രണ്ടാമത്തെ ഭാഗം എന്താണ്? പാരാ ഫോളിക്കുലാർ സെൽസ് ആണ്. അപ്പൊ ഈ പാരാ ഫോളിക്കുലാർ സെൽസ് ആണ് ആക്ച്വലി കാൽസിട്ടോണിൻ എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ഹോർമോണെ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ തൈറോയിഡ് ഗ്ലാൻഡിൽ പ്രധാനമായിട്ടും എന്താണ്, നമുക്ക് 2 ഹോർമോൺസ് ആണുള്ളത്. 2 ഹോർമോൺസ് ആണ് നമുക്കുള്ളത്. അപ്പൊ അത് ഏതൊക്കെയാ ഹോർമോൺസ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഏതൊക്കെയാണ്? ഒന്ന് തൈറോക്സിനും അതുപോലെ തന്നെ അടുത്തത് കാൽസിട്ടോണിനും. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ രണ്ടിന്റെയും ഫംഗ്ഷൻ നമുക്ക് നോക്കേണ്ടതാണ്. അപ്പൊ ഫസ്റ്റ് വൺ നമ്മുടെ സെക്രീഷൻ, ഫസ്റ്റ് സെക്രീഷൻ അല്ലെ ഫസ്റ്റ് ഹോർമോൺ ഏതാണ്? തൈറോക്സിൻ ആണ്. അപ്പൊ തൈറോക്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക. അതിൽ ഫസ്റ്റ് വൺ ആണ് കൺട്രോൾസ് മെറ്റബോളിസം. ഓക്കെ, മെറ്റബോളിസത്തിനെ കൺട്രോൾ ചെയ്യുന്ന തൈറോയിഡ് ഗ്ലാൻഡിന്റെ സെക്രീഷൻ ഏതാണ്? തൈറോക്സിൻ ആണ്. ഓക്കെ, തൈറോക്സിൻ ആണ് മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിനെ കൺട്രോൾ ചെയ്യുന്നതും ആരാണ്? ഈ പറഞ്ഞ തൈറോക്സിൻ തന്നെയാണ്. ഓക്കെ, ഇനി അത് കൂടാണ്ട് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഏതാണ്? ഡെവലപ്മെന്റ് ഓഫ് ബ്രെയിൻ ഇൻ ന്യൂ ബോൺ ബേബീസ്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മുടെ ചെറിയ മക്കളിൽ, അതായത് ന്യൂ ബോൺ ബേബീസിലൊക്കെ അവരുടെ കറക്റ്റ് ആയിട്ടുള്ള ബ്രെയിൻ ഡെവലപ്മെന്റിന് സഹായിക്കുന്ന ആളാരാണ്? ഈ പറഞ്ഞ തൈറോക്സിൻ ആണ്. അപ്പൊ നമ്മള് സാധാരണയായിട്ട് ഇപ്പൊ ഒരു മദർ പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ അതിന് മുന്നേ എപ്പോഴും ഡോക്ടേഴ്സ് എന്താണ് പറയാ? അവരുടെ തൈറോയിഡ് സെക്രീഷൻസ്, അതായത് തൈറോയിഡ് ഹോർമോണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നത് കൃത്യമായിട്ട് നോക്കണം എന്ന് എപ്പോഴും ഡോക്ടേഴ്സ് പറയാറുണ്ട്. അത് എന്തുകൊണ്ടാ? കാരണം ന്യൂ ബോൺ ബേബീസിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു റോൾ എന്ന് പറയുന്നത് തൈറോക്സിൻ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് എപ്പോഴും ഈ ഒരു ഹോർമോൺ ഇത്ര ഇമ്പോർട്ടൻസ് നമ്മൾ പറയാറുള്ളത്. അപ്പൊ അത് നിങ്ങൾ മനസ്സിൽ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ചെറിയ പിള്ളേരിലെ കേസിലാണെങ്കിലും ഈ ഒരു തൈറോക്സിൻ, അതായത് ഒരു 5 years വരെയൊക്കെ എന്താണ് നമ്മുടെ മാക്സിമം ബ്രെയിൻ ഡെവലപ്മെന്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കുന്ന സമയങ്ങളിലൊക്കെ എന്താണ് ഈ തൈറോക്സിൻ കൃത്യമായിട്ട് ആ ഒരു ഡെവലപ്മെന്റിനെ സഹായിക്കുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ദ നെക്സ്റ്റ് പോയിന്റ്. ആൻഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്ന മെയിൻറ്റെയിൻസ് ദ ഹെൽത്ത് ഓഫ് ഹാർട്ട്, സ്കിൻ ആൻഡ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇപ്പൊ നമ്മള് ഗ്രോൺ അപ്സിന്റെ കേസിൽ എന്താണ്? ഈ തൈറോക്സിൻ ആണ് ആക്ച്വലി നമ്മുടെ ഹാർട്ടിന്റെ എല്ലാ ഫങ്ഷൻസും ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ട് നടക്കാൻ വേണ്ടി സഹായിക്കുന്നത് തൈറോക്സിൻ ആണ്. അതുപോലെ നമ്മുടെ സ്കിന്ന്, അതേപോലെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഇതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിന്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിനൊക്കെ സഹായിക്കുന്നതും നമ്മുടെ തൈറോക്സിൻ ആണ്. അപ്പൊ ഈ 3 പോയിന്റ്സ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതിൽ ഫസ്റ്റ് വൺ കൺട്രോൾസ് ദ മെറ്റബോളിസം ആൻഡ് ബോഡി ടെമ്പറേച്ചർ, അതുപോലെ തന്നെ development of brain in newborn babies and children, and also it maintains the health of heart, skin and reproductive system in human beings. Okay, അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. ഇനി കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ, അടുത്ത സെക്രീഷൻ ഏതാണ്? അടുത്ത ഹോർമോൺ ഏതാണ്? കാൽസിട്ടോണിൻ ആണ്. അപ്പൊ കാൽസിട്ടോണിന്റെ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ആണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ഷോർട്ട് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. റെഡ്യൂസസ് ദ ലെവൽ ഓഫ് കാൽസ്യം ഇൻ ബ്ലഡ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ കാൽസ്യം അത്രയേറെ ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ ഒരു കാൽസ്യത്തിന്റെ ലെവൽ എപ്പോഴും കൺട്രോൾ ചെയ്ത്, കൂടാനും പാടില്ല കുറയാനും പാടില്ല അല്ലെ. അപ്പൊ ആ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാരാണ്? ഈ പറഞ്ഞ കാൽസിട്ടോണിൻ ആണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ 2 important hormones of thyroid gland. ഇനി നമുക്ക് അടുത്ത നോക്കേണ്ടത് ഇതിന്റെ സെക്രീഷൻസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് കാരണം ഉണ്ടാവുന്ന 2-3 കേസസ്, 3
അസുഖങ്ങളും നമുക്ക് പറയാം, അല്ലെങ്കിൽ 3 അവസ്ഥകളും നമുക്ക് പറയാം. അപ്പൊ അതിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പർ തൈറോയിഡിസം ആണ്. ഓക്കെ, അപ്പൊ ഈ ഹൈപ്പർ എന്ന് പറയുന്ന ആ ഒരു വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ ഈ ഹോർമോണിന്റെ സെക്രീഷൻ കൂടുതലാണെങ്കിൽ, തൈറോക്സിൻ ഹോർമോണിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ തൈറോക്സിന്റെ സെക്രീഷൻ കൂടുതലാണെങ്കിൽ അന്നേരം ഉണ്ടാവുന്ന ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാവുകയാണെങ്കിൽ എന്തൊക്കെ സിംറ്റംസ് ആണ് അവിടെ ഉണ്ടാവുക? ഒന്ന്, ഇൻക്രീസ് ഇൻ ദ റേറ്റ് ഓഫ് മെറ്റബോളിസം. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഫംഗ്ഷൻ ആയിട്ട് മെറ്റബോളിസത്തിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ തൈറോക്സിൻ ആണ്. അപ്പോ ഇവിടെ ഈ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ മെറ്റബോളിസം ഓട്ടോമാറ്റിക്കലി കൂടും, വല്ലാതെ കൂടും. അപ്പൊ അങ്ങനെ കൂടാനും പാടില്ല, അതിനൊരു ലെവൽ ഉണ്ട്. ആ ഒരു ലെവലിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. ആ ലെവലിൽ നിന്ന് മുകളിലേക്ക് ആയി കഴിഞ്ഞാലും അത് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഫങ്ഷൻസിനെയും മൊത്തത്തിൽ അവതാളത്തിലാക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഫസ്റ്റ് സിംറ്റം ആണ് ഇൻക്രീസ് ഇൻ റേറ്റ് ഓഫ് മെറ്റബോളിസം. പിന്നെ വരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വെയിറ്റ് ലോസ്. അതായത് നമ്മള് ഡയറ്റ് ഒക്കെ ചെയ്ത് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ മെറ്റബോളിസത്തിലൊക്കെ മാറ്റം വരുത്തുന്നുണ്ട് അല്ലെ? ആ ഒരു കേസല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മൾ സാധാരണ ഒരു 50 kg ഉള്ള ഒരാളാണെന്ന് വിചാരിക്കുക. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ പെട്ടെന്ന് ആള് 45 ആവുന്നു, 40 ആവുന്നു. അങ്ങനെ ഒരു കാരണം കൂടാണ്ട് വെയിറ്റ് ലോസ് വരുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ അകാരണമായിട്ട് നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവുന്ന കേസാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഓക്കെ, പിന്നെ അടുത്ത എന്താണ്? ഹാർട്ട് ബീറ്റ് ഇൻക്രീസസ്. അപ്പൊ നമുക്ക് നോർമലി ഒരു ഹാർട്ട് ബീറ്റ് ഉണ്ട്, അതുപോലെ ആയിരിക്കില്ല ഇവിടെ ഹാർട്ട് ബീറ്റ് വല്ലാതെ കൂടും. പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് സിംറ്റം എന്ന് പറയുന്നത് എക്സസീവ് സ്വെറ്റിംഗ് ആൻഡ് ആൻസൈറ്റി. അപ്പൊ സാധാരണ നമ്മൾ എല്ലാവരും വേർക്കാറുണ്ട്, അതിനും അപ്പുറത്തേക്ക് വേർക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് ഹൈപ്പർ തൈറോയിഡിസം ആണെന്ന് പറയാം. ഓക്കെ, അതാണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. തൈറോക്സിന്റെ സെക്രീഷൻ കൂടിയാലുള്ള അവസ്ഥകൾ എന്താണെന്നുള്ളത് ഓർത്തിരിക്കണം. ഇനി അടുത്ത എന്താണ്? ഇത് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. അപ്പൊ ഹൈപ്പോ എന്നുള്ള ആ ഒരു വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ സെക്രീഷൻ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കോസ് എന്താണ്? സെക്രീഷൻ ഓഫ് തൈറോക്സിൻ ഇസ് റെഡ്യൂസ്ഡ്. അതാണ് ഈ ഹൈപ്പോ തൈറോയിഡിസം എന്നുള്ള അവസ്ഥയുടെ കാരണം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാന സിംറ്റംസ് എന്തൊക്കെയാണ്? സിംറ്റംസ് നോക്കുകയാണെങ്കിൽ മെറ്റബോളിസം ഇവിടെ കുറയാണ്. റേറ്റ് ഓഫ് മെറ്റബോളിസം എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. കാരണം എന്താണ്? തൈറോക്സിന്റെ എമൗണ്ട് അവിടെ സെക്രീറ്റ് ചെയ്യപ്പെടുന്നത് കുറവാണ്. പിന്നെ നെക്സ്റ്റ്, ബോഡി വെയിറ്റ് ഇൻക്രീസസ്. ഇവിടെ എന്താണ്? ബോഡി വെയിറ്റ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ കേസിൽ നമ്മൾ കണ്ടു ബോഡി വെയിറ്റ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി അടുത്തത്, ഇവിടെ ഹാർട്ട് ബീറ്റ് സ്ലോസ് ഡൗൺ. അവിടെ ഹാർട്ട് ബീറ്റ് കൂടുകയാണ് ചെയ്തത് ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ കേസിൽ. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് എല്ലാം നടക്കുന്നത്. കാരണം എന്താ? തൈറോക്സിന്റെ അളവ് ഇവിടെ കുറവാണ്. ഇനി ഫാറ്റിഗ്, അതായത് നമുക്ക് ക്ഷീണം ഉണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ നമുക്ക് വല്ലാതെ ഇങ്ങനെ ക്ഷീണം വന്നുകൊണ്ടിരിക്കുക. സാധാരണയായിട്ട് വരുന്ന ക്ഷീണമല്ല, അല്ലാതെ തന്നെ ഇപ്പൊ ഒരു ജോലിയൊന്നും നമ്മൾ ചെയ്യുന്നില്ല എങ്കിലും നമുക്ക് ക്ഷീണം വരികയാണെങ്കിൽ അത് ഹൈപ്പോ തൈറോയിഡിസം കൊണ്ടായിരിക്കും. ആ കൂട്ടത്തിൽ ബാക്കി ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവണം. അല്ലാണ്ട് നമ്മൾ വെറുതെ ഇപ്പൊ ഒരു ദിവസം നമുക്ക് ക്ഷീണം വന്നു അത് ഹൈപ്പോ തൈറോയിഡിസം ആണെന്ന് നമ്മൾ വിചാരിക്കരുത്. പിന്നെ നെക്സ്റ്റ്, ഇൻടോളറൻസ് ടു കോൾഡ്. അതായത് നമുക്ക് തണുപ്പ് ഒരു തരത്തിലും സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടാവുന്ന അവസ്ഥ, അതിനൊക്കെയാണ് നമ്മൾ മേജർ സിംറ്റംസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് നെക്സ്റ്റ് വൺ ആണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഗോയിറ്ററും ആക്ച്വലി ഇംപ്രോപ്പർ സെക്രീഷൻ ഓഫ് ദിസ് പെർട്ടിക്കുലർ തൈറോക്സിൻ ആണ്. അതായത് കറക്റ്റ് ആയിട്ട് സെക്രീഷൻസ് ഉണ്ടായിട്ടില്ലെങ്കിൽ മറ്റൊരു അവസ്ഥയാണ് ഈ ഒരു ഗോയിറ്റർ. അപ്പൊ ഇവിടെ തൈറോയിഡ് ഗ്ലാൻഡിന്റെ പലതരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടാവും. ഈ തൈറോക്സിന്റെ സെക്രീഷൻ മാത്രമല്ല, അത് കൂടാണ്ട് തൈറോയിഡ് ഗ്ലാൻഡിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് ഗോയിറ്ററിന് കാരണമാകാം. പിന്നെന്താണ്? ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് കൂടാണ്ടുള്ള ഒരു കാരണമാണ് ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ. അപ്പൊ നമ്മുടെ ഭക്ഷണത്തിൽ കൃത്യമായിട്ട് അയഡിൻ ഇല്ല എന്നുണ്ടെങ്കിൽ കാലാകാലങ്ങളോളം ഈ ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ നിലനിൽക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്കത് ഗോയിറ്റർ എന്നൊരു കേസിലേക്ക് മാറും. ഓക്കെ, അതാണ്. അപ്പൊ ഇതിന്റെ സിംറ്റം, മേജർ ആയിട്ടുള്ള സിംറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ നെക്കില്, ഈ നെക്കിന്റെ ഈ പാർട്ടിൽ എന്താണ്? സ്വെല്ലിംഗ് ഉണ്ടാവും. അപ്പൊ ഇവിടെ ഇങ്ങനെ തടിച്ച് വരും. എന്നിട്ട് പിന്നെ നമ്മളത് റിമൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതാണ് ഗോയിറ്റർ എന്നുള്ള കേസ്. അപ്പൊ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത് തൈറോയിഡ് ഗ്ലാൻഡും അതുപോലെ തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന 2 ഇമ്പോർട്ടന്റ് ഹോർമോൺസ് ഉണ്ട്. അത് ഏതൊക്കെയായിരുന്നു? തൈറോക്സിനും അതുപോലെ തന്നെ
കാൽസിട്ടോണിനുമാണ്. അപ്പൊ ഈ തൈറോക്സിന്റെ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ കാൽസിട്ടോണിന്റെ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ ഈ തൈറോക്സിൻ കൃത്യമായിട്ട് സെക്രീഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെക്രീഷൻ കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് പലതരത്തിലുള്ള അവസ്ഥകളിലേക്ക് എത്തിച്ചേരും. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്ന് ഹൈപ്പർ തൈറോയിഡിസം നമ്മൾ പറഞ്ഞു, പിന്നെ ഹൈപ്പോ തൈറോയിഡിസം പറഞ്ഞു, അത് കൂടാണ്ട് നമ്മൾ ഗോയിറ്ററിനെ കുറിച്ചും പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞ തൈറോയിഡ് ഗ്ലാൻഡും അതിന്റെ സെക്രീഷൻസും. അപ്പൊ ഇത് കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം, മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അൺടിൽ ദെൻ, താങ്ക് യു, ടേക്ക് കെയർ, ബൈ.